ആ ഇപ്പൊ കുടിച്ചത് വർഷയ്ക്ക്, ഇനി കുടിക്കാൻ പോകുന്നത് നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ആരോഗ്യത്തിന് വേണ്ടിയാ. കുഞ്ഞിന് വേണ്ടിയുള്ളത് വർഷയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കുടിച്ചാൽ മതി, ഞാൻ നിർബന്ധിക്കുന്നില്ല. കുടിക്കാം. കുടിക്ക. ഒന്നുകൂടെ കുടിച്ചേ, കുടിക്ക. അകത്തേക്ക് വരാമോ? അച്ഛൻ വാ അച്ഛാ. അല്ല അച്ഛനിപ്പോ വന്നു? ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ. ഇരിക്കച്ചാ, ഇരിക്ക. ഇരിക്കച്ചാ. വന്ന് കേറിയപ്പോ വർഷ മോൾക്ക് മരുന്ന് കൊടുക്കുന്ന കണ്ട് മനസ്സ് നിറഞ്ഞങ്ങ് നിന്നു. ചായ വേണ്ട വേണ്ട, ചായ ഒന്നും എടുക്കണ്ട. ഇല്ല അച്ഛാ, ചായ എടുക്കാം. വേണ്ട മോളെ, വേണമെങ്കിൽ അച്ഛൻ പറയില്ലേ. അമ്മ സുഖമായിട്ടിരിക്കുന്നു. അച്ഛനും അമ്മയും കൂടി വരാനിരുന്നതാ. അമ്മയ്ക്ക് ചെറിയൊരു ജലദോഷം. ഈ സമയത്ത് അതും കൊണ്ട് വരണ്ടെന്ന് വിചാരിച്ചു. കുടുംബത്തിലേക്ക് പുതിയൊരു അതിഥി വരുന്നതിന്റെ ഭാഗമായി കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും വിളിച്ച് ഒരു കുടുംബ പൂജ നടത്തുന്നു. പിറക്കാൻ പോകുന്ന കുഞ്ഞിന് അത് ഐശ്വര്യം കൊടുക്കുന്ന കുടുംബ ജ്യോത്സ്യനും പറയുന്നത്. രണ്ടുപേരും വരണം. ബുധനാഴ്ചയാ. ഇതാണിപ്പോ സഹായത്തിന് നിൽക്കുന്ന ആളല്ലേ? മോള് വിളിച്ചപ്പോ പറഞ്ഞിരുന്നു. മോനെ, രണ്ടുപേരും നേരത്തെ അങ്ങ് വരണം. പ്രസവം കഴിയുന്നവരെ വർഷയിനി അവിടെ നിൽക്കട്ടെ. അവിടെ ആവുമ്പോ ആളും പേരും ഒക്കെ ഉണ്ടല്ലോ. ദിയമോൾ അവിടെ ചെറിയമേ കാണണമെന്ന് പറഞ്ഞ് ബഹളം വെക്കുക. ഇങ്ങോട്ട് വരുന്ന കാര്യം ഞാൻ പറഞ്ഞില്ല. പറഞ്ഞാ അവളോട് എന്റെ കൂടെ വരാൻ നിൽക്കും. ദിയമോളെയും കൂടി കൊണ്ടുവരായിരുന്നില്ലേ അച്ഛാ? മോൾ ഇനി പ്രസവം വരെ അവിടെ നിൽക്കാൻ പോവല്ലേ? എന്നാ ഞാൻ ഇറങ്ങട്ടെ മോളെ. അതെന്ത് പോക്കാ അച്ഛാ? അച്ഛൻ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. ആഹാരം കഴിച്ചിട്ട് പോവാം. ഇല്ല മോളെ, അച്ഛൻ ഒന്ന് രണ്ടിടത്ത് പോവാനുണ്ട്. കൂട്ടത്തില് ബാങ്കിലും ഒന്ന് കയറണം. മോനെ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. അച്ഛന് സമയമെന്ന് പറയുമ്പോ പിന്നെ ഞാനെന്ത് പറയാനാ? മോളെ, ആഹാരമൊക്കെ സമയത്തിന് കഴിക്കണം. ശരി ശരി അച്ഛാ. ശരി അച്ഛാ. ഏട്ടാ, പക്ഷേ പൂജയ്ക്കും പ്രസവത്തിനൊന്നും നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല. ഏട്ടാ, പ്രസവവും ചടങ്ങുകളൊക്കെ ഇവിടെ മതി.